ഹലോ, നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ അലീനയെ നമ്മുടെ ശിവശങ്കറിനും രാജീവും കൂടെ ചേർന്ന് കുറേ ഗുണ്ടകളെ വെച്ച് അലീന വീട്ടിലോട്ട് പോകുന്ന തക്കം നോക്കി അലീനയെ കിഡ്നാപ്പ് ചെയ്യുന്ന സീനാണ് നമ്മൾ കണ്ടു നിർത്തിയത് അല്ലേ. വായിൽ സെലോ ടേപ്പൊക്കെ ഒട്ടിച്ച് കൈ പിന്നിൽ കെട്ടി കാലും കൂട്ടിക്കെട്ടി ഒന്നും അലീനയ്ക്ക് ഏതാ ഇവിടെ നടക്കണേ ഒരു ഐഡിയ ഇല്ല. എന്തായാലും തന്നെ ആരോ എവിടെ പിടിച്ച് കെട്ടിക്കൊണ്ട് പോകണം, ആരാണെന്നോ എന്താണെന്നോ ഒന്നും അലീനയ്ക്ക് അറിയില്ല. അങ്ങനെ അലീനേനെ ആളൊഴിഞ്ഞ് എത്രയോ ഏക്കർ സ്ഥലമുള്ള ഒരു ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു റൂം, അവിടെ ഈ ഗോഡൗൺ പോലെയൊക്കെയുള്ള റൂമാട്ടോ, അവിടെ കൊണ്ട് അലീനേനെ അങ്ങോട്ട് തള്ളുകയാണ്. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, പേടിയും ഭയവും ഒക്കെ ഉള്ളിൽ വരാണ്. കാര്യം ഇതാരാണ് ഇനി പുറത്തുനിന്ന്, അതോ ഇനി അമ്മയുടെ ശിവശങ്കരനങ്കിളോ അല്ലെങ്കിൽ മറ്റേ രാജീവങ്കിളോ ഒക്കെ ആണോ എന്നൊക്കെയുള്ള ആകെ ടെൻഷനാണ്. അച്ഛനെ അല്ലെങ്കിൽ മനുവേട്ടനെയൊക്കെ എങ്ങനെ അറിയിക്കും. അങ്ങനെ അലീനേനെ ആ റൂമിനകത്ത്, ആ ഗോഡൗൺ റൂമിനകത്ത് കൊണ്ട് തള്ളിയിട്ടിട്ട് ഇവർ വെളിയിൽ നിന്ന് പൂട്ടിയിട്ട് പോവാണ് കേട്ടോ. അലീനയ്ക്ക് ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല, കൂരിട്ടാ ആകെ ഭയം തോന്നി. എന്തായാലും ആളൊഴിഞ്ഞ ഏതോ ഒരു സ്ഥലമാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഈ വിശേഷത്തിലൊക്കെ പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ വീഡിയോ കൂടുതൽ എൻഗേജ്ഡ് ആവുന്നത്. അങ്ങനെ അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ട അലീന പകച്ചു നിൽക്കുകയാണ്. പക്ഷേ ഇങ്ങനെയാണെങ്കിലും എല്ലാ കാര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ആ കുട്ടിക്കുണ്ട്. അതുകൊണ്ട് അലീന ആ പേടി അങ്ങ് മാറ്റി ധൈര്യം കൈ വിടാണ്ട് തന്നെ അലീന ധൈര്യത്തോടെ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും വായിലെ സെലോ ടേപ്പെങ്കിലും ഒന്ന് മാറ്റിയെങ്കിൽ, കാരണം എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ നമ്മുടെ വായിൽ സെലോ ടേപ്പും കൂടെ ഒട്ടിച്ചാൽ. അച്ഛനോ മനുവേട്ടനോ ഒന്ന് അറിയിക്കാൻ എന്ത് ചെയ്യും, ഫോണില്ല, ആരാ എന്താ എവിടെയാ എന്നൊന്നും അലീനയ്ക്ക് അറിയില്ല. ആകെ അലീനയ്ക്ക് അങ്ങ് ഒരു ടെൻഷനായിപ്പോൾ, എന്ത് ചെയ്യണമെന്ന് പോലും അലീനയ്ക്ക് അറിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന ബാലേന്ദ്രൻ ആകെ ടെൻഷനാവുകയാണ്. അങ്ങനെ കൃഷ്ണമോളും ബാലേന്ദ്രനും കൂടെ വീട്ടിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് വരെയാണ്. ബാലേന്ദ്രൻ ആകെ ടെൻഷനാണ്. എന്നിട്ട് ബാലേന്ദ്രൻ ഗോവർദ്ധനൻ്റെ അടുത്ത് ചോദിക്കണേ, എടോ ഞാൻ തന്നോട് പറഞ്ഞല്ലേ എടോ അവളെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഒന്ന് വീട് വരെ കൊണ്ടാക്കണം. അപ്പോൾ ഗോവർദ്ധനം പറഞ്ഞു, അപ്പോഴേക്കും രാജീവേട്ടൻ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി ബാലേട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആനന്ദും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആനന്ദും ചോദിക്കുന്നുണ്ട്, അലീന ഇതുവരെ എത്തിയില്ലേ ബാലേന്ദ്രേട്ടാന്ന് ചോദിക്കുന്നുണ്ട്. ഇതുവരെ എത്തിയിട്ടില്ല, എനിക്ക് ഉറപ്പാണ് ഇതിൻ്റെ പിന്നിലെ രാജീവും നമ്മുടെ ആരാണ് ശിവനും രാജീവനും ആണ് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പോലീസിൽ കേസ് കൊടുക്കാൻ പോവാണ്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒരെണ്ണം ജീവനോടെ ഉണ്ടാവില്ല എന്ന് ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് ബാലേന്ദ്രൻ പറയണം കേട്ടോ. അപ്പോൾ ആനന്ദ് പറഞ്ഞ്, ബാലേട്ട ആദ്യം നമുക്ക് അങ്ങനെ ഒരു സ്കോപ്പ് ബാലേട്ടൻ്റെ ഉള്ളിൽ ശിവേട്ടനോ രാജീവേട്ടനോ അങ്ങനെ കിഡ്നാപ്പ് ചെയ്യുമെന്നുണ്ടെങ്കിൽ അതൊന്ന് അന്വേഷിച്ച് അത് നോക്കിയിട്ട് നമുക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്താൽ പോരെ. കാരണം അവരും ഒട്ടും മോശമൊന്നും അല്ലല്ലോ, എന്തെങ്കിലും വന്നാൽ കുട്ടിക്കല്ലേ ദോഷം, അതുകൊണ്ട് നമ്മൾ നോക്കി പാത്ത് ഓരോന്ന് ചെയ്താൽ മതിയെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, പോലീസിൽ കേസ് കൊടുക്കുമ്പോൾ അലീന ആരാണ് എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരില്ലേ. അപ്പോൾ അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ കൃഷ്ണമോൾക്കും ആകെ ടെൻഷനും പേടിയും തുടങ്ങി. കൃഷ്ണമോള് നേരെ അമ്മയെ കാണാൻ വേണ്ടി റൂമിലോട്ട് ചെല്ലണം. അപ്പോൾ നമ്മുടെ സുലോചന അവിടെ ഉണ്ട്, ബാലേന്ദ്രൻ്റെ പെങ്ങൾ. അപ്പോൾ ചോദിക്കും, മോൾ എന്താ ഈ സമയത്ത്? അത് അലീന കഴിച്ച് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല, അങ്ങനെ അച്ഛൻ എന്നെയും കൂട്ടി ഇങ്ങ് വന്നിട്ടില്ലെന്നോ, ആ കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങിയാണല്ലോ, രാത്രി ആയെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പോൾ പറഞ്ഞു ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോഴേക്കും കൃഷ്ണമോൾ അമ്മയെ നോക്കിയാണ്. അപ്പോൾ വൈജ ആകെ മൂടിക്കെട്ടി ആ ഒരിത് കണ്ടപ്പോൾ കൃഷ്ണമോൾക്ക് വല്ലാത്തൊരു സങ്കടമായി. അപ്പോൾ നമ്മുടെ സുലോചന അപ്പം തന്നെ പറഞ്ഞു, മോളെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് വെളിയിലോട്ട് പോകണം. അങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് സുലോചന ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്താ ഈ പറയണേ, അലീന ആ കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങിയാണല്ലോ, ഇതെവിടെ പോയതാ, ഇനിയിപ്പോൾ എന്താ ചെയ്യണേ എന്നൊക്കെ ചോദിച്ചു. സുലോചനയ്ക്ക് ആകെ ഒരു പെൺകുട്ടിയല്ലേ, ആർക്കായാലും ഒരിത് വരുമല്ലോ. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എന്നിട്ട് സുലോചന പറയുന്നുണ്ട്, അവൾ എവിടെയെങ്കിലും പോകാൻ ചാൻസ് ഉള്ള എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്ക് ബാലേട്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ ശരി ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പോൾ ബാലേന്ദ്രൻ്റെ മനസ്സിൽ പോയത് രേവതി കുട്ടിയാണ്. അപ്പോൾ അലീന മിസ്സിങ് ആണെന്ന് പറഞ്ഞ് വിളിച്ച് അവരാകെ ടെൻഷനാവും. അപ്പോൾ അത് വേണ്ട, അതിന് പകരം വെറുതെ വിളിച്ചു നോക്കുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ അറിയാമല്ലോ. പക്ഷേ എങ്കിലും അലീന ഇവിടെ നിന്ന് അവിടം വരെ എത്താനുള്ള സമയമൊന്നും ആയിട്ടില്ല. എങ്കിലും ബാലേന്ദ്രൻ ഒന്ന് വിളിച്ചു നോക്കുകയാണ്.
അപ്പം ബാലേന്ദ്രൻ കുറച്ച് മാറി നിന്ന് വിളിക്കട്ടോ. അപ്പോൾ ആ സമയം സുലോചന ഗോവർദ്ധൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് ആരുമല്ല, മിക്കവാറും ആ രാജീവനോ ആ ശിവനോ ആയിരിക്കും, അവരുടെ പണി തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾ അവിടെ ആകെ പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ രേവതി എന്ന് പറഞ്ഞാൽ അവളുടെ അനിയത്തി ഒരു കുട്ടിയുണ്ട്, അവർ ഓർഫണേജിൽ ഒരുമിച്ച് ജീവിച്ചവർ, അപ്പോൾ അതിൻ്റെ അടുത്ത്, പക്ഷേ അവിടെയൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ബാലേന്ദ്രൻ ആകെ ടെൻഷനാണ്. ബാലേന്ദ്രൻ നേരെ മനുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. മനുവിന് ആകെ ടെൻഷനാണ്. മനുവിൻ്റെ അടുത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിലെ നിൻ്റെ കൊച്ചിച്ചനും നിൻ്റെ അച്ഛനും അല്ലാണ്ട് വേറെ ആരും അല്ല എന്ന് പറയുന്നുണ്ട്. മനുവിന് ആകെ ഒരു വെറയും വെപ്രാളവും അങ്ങ് വരാം കേട്ടോ. എന്നിട്ട് മനു പറയുന്നുണ്ട്, അങ്കിൾ ഒട്ടും ടെൻഷൻ ആവാണ്ടിരിക്കുക, ഞാൻ എന്താണെങ്കിലും ഇതിൻ്റെ ഒരു പോംവഴി കണ്ടെത്താമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനു നേരെ അച്ഛൻ്റെയും കൊച്ചിച്ചൻ്റെയും റൂമിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. ചെന്നിട്ട് പറയുന്നുണ്ട്, ചെന്ന് പറഞ്ഞാൽ തന്നെ മനുവിനെ കണ്ട് ഡോറ് വന്നവരകത്ത് മനു അകത്ത് കയറാം. അപ്പോൾ ശിവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, രണ്ടുപേരും നല്ല ഹാപ്പിയാണല്ലോ, എന്താടാ നീ അങ്ങനെ ചോദിക്കണേ? അല്ല, രണ്ടുപേരും എന്തൊക്കെ പ്ലാൻ ചെയ്തൊക്കെ ഓരോന്ന് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം പ്ലാനോ? എന്ത് പ്ലാൻ? അതെ, അത് ഉരുണ്ട് കളിക്കുകയൊന്നും വേണ്ട, അലീനെ നിങ്ങൾ രണ്ടുപേരും കൂടെ പൊക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായ കാര്യമാണ്. അച്ഛാ നോക്കിയും കണ്ടും കളിച്ചോണം. അച്ഛൻ കുട്ടിക്കളി കളിക്കും പോലുള്ള കളിയാണെങ്കിൽ അച്ഛൻ്റെയൊക്കെ ജീവിതങ്ങൾ വെച്ച് അച്ഛൻ കളിക്കണത്. കാരണം അവൾക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ നീ ആരെയുടെ പേടിപ്പിക്കുന്നത്? അലീനെ കണ്ടില്ലെങ്കിൽ ഞങ്ങളുടെ അടുത്താണോ വന്ന് ചോദിക്കുന്നത്? നീ പോയി തിരക്കേക്ക് കൊള്ളാം. അച്ഛനും കൊച്ചിച്ചനുമാണ് ഇതിൻ്റെ പിന്നിലെന്ന് 100% എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ ജീവിതം വെച്ചാൽ നിങ്ങൾ കളിക്കണം, അത് ഓർത്തോണം. അവൾക്കൊരു പോറല്ലെങ്കിലും പറ്റുക, മര്യാദയ്ക്ക് അവളെ നേരെ ഇരുട്ടുന്നതിന് മുന്നേ ഇവിടെ കൊണ്ട് നാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. തീ കൊണ്ടുള്ള കളിയാച്ചാന്ന് പറയുന്നുണ്ട്. അതെ, നീ ബാലചന്ദ്രൻ്റെ കൂടി പലതും ആസൂത്രണം ചെയ്യുന്നുണ്ട്, നീ പോടാർക്കാന്ന് പറഞ്ഞിട്ട് ശിവനും രാജീവും കൂടെ മനുവിനെ അങ്ങോട്ട് ആട്ട് തന്നെ കേട്ടോ. മനു എന്നിട്ടും പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ കൂടെ പറയണച്ചാ, ഇത് നിങ്ങൾ വിചാരിക്കും പോലെയല്ല, നിങ്ങൾ പല കളികളും കളിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് കൈവിട്ട കളിയാച്ചാ. കാര്യം എന്ന് വെച്ചാൽ ഇത് നോക്കിയും കണ്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും സമയം തരാം. അലീനെ കൊണ്ടുപോയ സ്ഥലത്ത് നിന്ന് മര്യാദയ്ക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നാക്കിക്കോ, അതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ ലൈഫാണ് ഇല്ലെങ്കിൽ പോണത്. കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേഞ്ചിൽ നിൽക്കില്ല ഈ കാര്യം എന്ന് പറഞ്ഞ് മനു നല്ലപോലെ പേടിപ്പിച്ചിട്ട് മനു ഇറങ്ങി പോകട്ടോ. അപ്പം നമ്മുടെ ശിവശങ്കരൻ പറയുന്നുണ്ട്, എടാ ഇനി കുഴപ്പം വല്ലതും ആവോ? എന്ത് കുഴപ്പം? ചേട്ടമുണ്ടായിരുന്ന രാജീവ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ വിളിക്കാൻ കേട്ടോ ശിവനെ രാജീവിനെയൊക്കെ, എൻ്റെ മോൾക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ, നീയൊക്കെ ഇതിൻ്റെ പിന്നിലാണെന്ന് എനിക്കറിയാം, എന്തെങ്കിലും കുഴപ്പം വന്നാൽ നീയൊക്കെ ജീവനോടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനെ അങ്ങോട്ട് പൂശാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയി പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക, അലീനെ കണ്ടില്ലെങ്കിൽ ഞങ്ങളുടെ അടുത്താണോ ചോദിക്കണേന്ന് പറഞ്ഞ് രാജീവ് ശിവശങ്കരനും വലിയ വെല്ലുവിളി വിളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ നേരെ ഗംഗാധരനെ വിളിക്കുന്നുണ്ട്. കാരണം ഗംഗാധരൻ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കിയ ആളാണ്. ഗംഗാധരനെ വിളിച്ചിട്ട് ബാലേന്ദ്രൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. അലീനെ കാണാനില്ല, അവൾ ഹോസ്പിറ്റലിൽ അമ്മയെ ബൈസ്റ്റാൻഡറായിട്ട് നിന്നിട്ട് തിരിച്ച് പറഞ്ഞ വഴി ഗോവർദ്ധനം കൊണ്ടാക്കാൻ പറഞ്ഞ, പക്ഷേ ആ സമയം രാജീവ് ഗോവർദ്ധനെ മാറ്റി. അവൾ അങ്ങനെ എന്നെ വിളിച്ചിട്ട് അവൾ ഇറങ്ങി. പക്ഷേ ഇത്രയും നേരമായിട്ട് അലീന വീട്ടിലെത്തിയിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ രാജീവോ അല്ലെങ്കിൽ ശിവേട്ടനോ ആണ് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഗംഗേട്ടാ. നിങ്ങളിപ്പോഴും അവരുടെ അടുത്തൊന്ന് വിളിച്ച് പറഞ്ഞേരെ, അലീനയ്ക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നാൽ നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം വെച്ചാൽ നിങ്ങൾ കളിക്കണേ എന്നുള്ളതൊന്ന് പറഞ്ഞേരെ, പറഞ്ഞ് പറ്റുമെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കുമെന്ന് ബാലേന്ദ്രൻ ഗംഗാധരൻ്റെ അടുത്ത് പറയണം കേട്ടോ. ഇത് കേട്ടപ്പോൾ ഗംഗാധരൻ ആകെ അമ്പരപ്പോടെ ഇരിക്കുകയാണ്. യവന്മാർ ഇതെന്തൊക്കെ കാണിക്കണേ, യവന്മാർക്ക് എത്ര പറഞ്ഞാലും ഓരോന്നും മനസ്സിലാവില്ല, ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടോ. നേരെ ഗംഗാധരൻ ശിവനെ വിളിക്കുകയാണ് ഫോണിൽ. ശിവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതെ അലീനയെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ നിങ്ങൾ അവളെ തിരിച്ചു കൊണ്ടുവന്നു. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കേണ്ട ലെവലല്ല, കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നിലുള്ള കഥകളും കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാണ്ടാണ് ശിവ നിങ്ങൾ കളിക്കുന്നത്. അതെ, താൻ ബാലേന്ദ്രൻ്റെ കൂടി ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. പെങ്ങളെക്കാട്ടിലും നിങ്ങൾക്ക് വലുത് നിങ്ങൾ ബാലേന്ദ്രനാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നേ. നിങ്ങൾക്ക് പെങ്ങളല്ല വലുത്, ഈ മരിക്കാറായി കിടക്കുന്ന പെങ്ങളെക്കാട്ടിലും വലുത് നിങ്ങൾക്ക് അയാളാണെങ്കിൽ നിങ്ങൾ അയാളെ പക്ഷം നിൽക്കുക. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, എടാ ഇത് പക്ഷം നിൽക്കണേ അല്ല, എനിക്ക് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അതായത് അലീന ആരാണെന്നും എന്താണെന്നും അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറയാം. പക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും അവളുടെ ഒരു മുടിനാരിഴയ്ക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ നമ്മളെ കയ്യിൽ നിൽക്കണ കേസല്ല, വൈജയുടെ ജീവിതം വെച്ചാൽ നിങ്ങൾ കളിക്കണത്, അത് ഓർമ്മ വേണം. അപ്പോൾ ഈ സമയം നമ്മുടെ അലീനെ കാണിക്കുകയാണ്. അലീന എങ്ങനെയൊക്കെയോ അലീന ചുറ്റിനും നോക്കി കുറ്റാക്കൂരിട്ട് എങ്ങനെയൊക്കെയോ അലീന ആ കൈകൾ ഉപയോഗിച്ച് ആ വായിന്ന് സെലോ ടേപ്പ് എടുത്ത് അങ്ങ് മാറ്റുകയാണ് കേട്ടോ. മാറ്റി കഴിഞ്ഞ സമയത്ത് തന്നെ
എങ്ങനെയെങ്കിലും ആ കൈയുടെ കെട്ടും കൂടെ അഴിക്കുക എന്നുള്ളതായിരുന്നു അലീനയുടെ ലക്ഷ്യം. അപ്പോൾ അവിടെ കുറേ കമ്പും കോലും സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ആ കൈയുടെ കെട്ടും കൂടെ അഴിക്കണമെങ്കിൽ അഥവാ ആരെങ്കിലും തന്നെ ആക്രമിക്കാൻ വരണമെങ്കിൽ ആ കോലെടുത്ത് തലയ്ക്കെങ്കിലും അടിക്കാമല്ലോ. ആ ഡോറ് തുറന്ന് വരുമ്പോൾ ഡോറ് വെളിയിൽ നിന്ന് കുറ്റിയിട്ടൊക്കെയാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഇവിടെ കിടന്ന് വാവിട്ട് കരഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. കാരണം ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു വീട്ടിലാണ്, ആളൊഴിഞ്ഞൊരു വീടാണെന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലായി. പക്ഷേ എങ്ങനെയെങ്കിലും കെട്ടഴിക്കണം. അങ്ങനെ അലീന കുറേ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ വെച്ച് ആ കയ്യിലെ കെട്ടും കൂടെ അഴിച്ചു. അപ്പോൾ ഏകദേശം ഒരു സമാധാനമായി അലീനയ്ക്ക്. പക്ഷെ ഈ സമയം അലീനയ്ക്ക് ഒരു ധൈര്യം അങ്ങോട്ട് വരണം കേട്ടോ. എങ്ങനെയാണെങ്കിലും ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യണം. പക്ഷേ അലീനയ്ക്ക് ഒരു കാര്യത്തിൽ ഉറപ്പായിരുന്നു, എന്തായാലും മനുവേട്ടനും അച്ഛനും മിണ്ടാതിരിക്കില്ല, എന്തായാലും തന്നെ രക്ഷിക്കാനായിട്ട് എത്തും എന്നുള്ള കാര്യം അലീനയ്ക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നാളെ വരുന്ന പ്രൊമോയിൽ ഒരു ഏകദേശം ഇൻട്രോയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് തിരിച്ചറിയുകയും ഈ അലീന എന്ന് പറയുന്നത് ആരാണെന്നൊക്കെ അവർ തിരിച്ചറിയാൻ പോവുകയാണ്. നമ്മുടെ ശിവശങ്കരനും രാജീവും ഒക്കെ അറിയുകയാണ്. ഇത്രയും ക്രൂരത ആ കുട്ടിയോട് കാണിക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ പിന്നിലും ഇത് ആരുടെ കുട്ടിയാണെന്നും അവർ തിരിച്ചറിയാൻ പോകുന്ന രംഗങ്ങളൊക്കെയാണ് ഇനി വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ അലീനെ രക്ഷപ്പെടുമോ, അലീനെ ആരാ രക്ഷപ്പെടുത്തുന്നത് എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് നൈറ്റ്, ബൈ ബൈ.